IPL ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളോടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ലോക ക്രിക്കറ്റിൽ വലിയ സംഭവങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പം നടന്നൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസം വേൾഡ് ക്രിക്കറ്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കമ്മിറ്റി, അതായത് റാഷിദ് ഖാൻ, പാറ്റ് കമ്മിൻസ് ഉൾപ്പെടെയുള്ള താരങ്ങൾ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നത്. അതിൽ ഒന്ന്, ഇന്റർനാഷണൽ ക്രിക്കറ്റിന് വേണ്ടിയിട്ട് 21 ദിവസത്തെ 4 വിൻഡോകൾ വേണം എന്നുള്ളതായിരുന്നു. നമ്മൾ ബാക്കിയുള്ള റവന്യൂ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു, അതൊക്കെ വേറെ വശങ്ങളാണ്. അതായത് റവന്യൂ ഇത് ചെയ്യുന്നതിൽ ഇപ്പോൾ ഇന്ത്യ 38% BCCI ആണ് റവന്യൂ എടുക്കുന്നത്. അത് 10% ആയിരിക്കണം ഒരു ടീമിന്റെ മാക്സിമം റവന്യൂ കിട്ടുന്ന ഇത് എന്നുള്ള രീതിയിൽ ഒക്കെ പല ചർച്ചകളും ഇത് വന്ന് അന്ന് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ അന്നേ പറഞ്ഞു, വളരെ രസകരമായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു സാധനം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ക്രിക്കറ്റിന് വേണ്ടിയിട്ടുള്ള വിൻഡോസ് ആണെന്നുള്ളതാണ്. ആ ഒരു വിൻഡോ 4 വിൻഡോകൾ വരുന്നു. 21 ദിവസം നീണ്ടു നിൽക്കുന്ന ഇന്റർനാഷണൽ ക്രിക്കറ്റ് മത്സരങ്ങൾ മാത്രം നടക്കുന്നു. പല മത്സരങ്ങളും ഇപ്പോൾ നമ്മൾ ഫുട്ബോളിൽ കാണാറുള്ളത് പോലെ ആ സമയത്ത് ക്വാളിഫയറുകൾ നടക്കുന്നു, ആ സമയത്ത് ഇത് ചെയ്യുന്നു, ആ സമയത്ത് പല ടീമുകൾ മത്സരം നടക്കുന്നു, ചെറിയ ചെറിയ ടൂർണമെന്റുകൾ നടക്കുന്നു, സീരീസ് പരമ്പരകൾ നടക്കുന്നു, അങ്ങനെ ആ ഒരു ഇത്. അപ്പൊ ഇത് ഭയങ്കര രസകരമായിരിക്കും. എന്ത് സംഭവിക്കും, IPL മറ്റുള്ള ഡൊമസ്റ്റിക് ലീഗുകളുമായിട്ട് ക്ലാഷുകൾ കുറയും, ഈ രീതിയിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ന്യൂസിലാൻഡിന്റെ ഇതിഹാസ താരമായിട്ടുള്ള നമ്മളെല്ലാവരും വളരെയധികം ഇഷ്ടപ്പെടുന്ന കെയ്ൻ വില്യംസൺ കൂടി ഇതിന് പിന്തുണച്ചു വരികയാണ്. ഇദ്ദേഹം പറയുന്നത് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ട് നടത്താൻ ഇത് കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? അല്ല, ഈ നമ്മൾ പറയും വില്യംസൺ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ന്യൂസിലാൻഡ് ആദ്യമായിട്ട് ഫൈനലിലേക്ക് നയിച്ച താരം കൂടിയാണ്. ഈ നമ്മൾ അന്ന് പറയുമ്പോൾ തന്നെ പറഞ്ഞു, ഇത് നടപ്പിലാക്കാൻ വേണ്ടി പറ്റിയെങ്കിൽ അത് ക്രിക്കറ്റിന് വേറൊരു ഊർജ്ജം തന്നെയായിരിക്കും. ഒരേ സമയത്ത് വരുന്ന സമയത്ത് പല ടീമും ഇപ്പോൾ നടക്കുന്ന ഒരു ടീം പറഞ്ഞാൽ നമുക്കറിയാം, ഒരു 3-4 രാജ്യങ്ങൾക്ക് മാത്രമാണ് ക്രിക്കറ്റിൽ ഒരു അപ്രമാദിത്വമുള്ളത്. അത് മാത്രമല്ല, പലപ്പോഴായിട്ടൊരു ഇതില്ല, അത് മത്സരങ്ങൾ വേൾഡ് ക്രിക്കറ്റ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിനെ കുറിച്ച് തന്നെ പറഞ്ഞാൽ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നുണ്ട്, ഓരോ മത്സരവും ചാമ്പ്യൻഷിപ്പിലാണെന്ന് പറയും. ഇതിപ്പം നടക്കുന്നുണ്ട്, അവർ ജയിച്ചു കഴിഞ്ഞാൽ ഇടയിൽ ഇപ്പം ഇന്ത്യയുടെ പരമ്പര നടക്കുന്നു. ഇന്ത്യയുടെ പരമ്പര കഴിഞ്ഞിട്ട് പിന്നെ ഇന്ത്യയുടെ തീരുമാനം ഫൈനലിലേക്ക് തീരുമാനം അറിയണമെങ്കിൽ ചിലപ്പോൾ 1.5 മാസമൊക്കെ കഴിയേണ്ടി വരും. ഇപ്പോൾ ശ്രീലങ്കയുടെ പാകിസ്ഥാൻ്റെ മത്സരം കഴിയണം, അതിൽ തോറ്റാൽ മാത്രമേ നമുക്ക് ചാൻസ് ഉള്ളൂ. ഇത് അതിനൊരു ചൂട് കിട്ടില്ല. ഏതൊരു ചാമ്പ്യൻഷിപ്പ് ആയാലും ഏത് സീരീസ് ആണെങ്കിലും അതിൻ്റെ ഒരു ടൈം ഒരു പ്രധാന ഘടകമാണല്ലോ. ഇപ്പം വരും നമ്മൾ പറഞ്ഞു ഇന്ത്യ ഇപ്പം തോറ്റു, ഒരു പരമ്പരയിൽ ഇന്ത്യ മത്സരത്തിൽ തോറ്റു. IPL നമുക്ക് ഉദാഹരണം എടുക്കാം. IPL ഇപ്പോൾ 2 കളി കഴിഞ്ഞിട്ട് അടുത്ത ടീമിന് സാധ്യത ഉണ്ടോ കൂടിപ്പോയി 2 ദിവസമൊക്കെ വേണ്ടി വരും മറ്റേ ടീമിനെ മത്സരം കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു ടെൻഷൻ അടിക്കും, ആ ഒരു കളിക്ക് നമ്മൾ എടുത്ത് ടൂർണമെന്റ് നടക്കുന്നത് അപ്പോൾ ആരാധകർ കൂടുതൽ ഇൻട്രാക്ട് ചെയ്യും. നമ്മുടെ തലയിലെ കളി ഉണ്ടാവും, അയ്യോ അതെന്താവുന്നത് നമ്മൾ ഫോളോ ചെയ്യും. അതാണ് പറഞ്ഞത്, സംഭവം വരുന്നില്ല. ഇപ്പൊ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വന്നു, ഇപ്പൊ ഇന്ത്യ ഫൈനൽ എത്തണമെങ്കിൽ ഇപ്പൊ ഇംഗ്ലണ്ടിന്റെ ഓസ്ട്രേലിയ, ഇന്ത്യ ഇപ്പം ന്യൂസിലാൻഡോട് കളിച്ചു, ഇന്ത്യ ഒരു 3-1 പരാജയപ്പെട്ടു. ഇനിയിപ്പോ ഇന്ത്യയുടെ ചാൻസിൽ അല്ല, ഇത് ഒരു ഉദാഹരണം 3-1 പരാജയപ്പെട്ടു. അപ്പോൾ ഇന്ത്യക്ക് ഫൈനലിൽ എത്തണമെങ്കിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയോട് 2 മത്സര വ്യത്യാസത്തിൽ നിന്ന് പരാജയപ്പെടണം എന്ന് പറയുന്നു. പക്ഷെ ആ മത്സരം വരുന്നത് ടൈം വലിയ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ അത് വരുമ്പോഴേക്ക് നടക്കുന്നത് ഇതിൻ്റെ ഒരു ചൂടില്ല. പിന്നെ ഇന്ത്യ ഇപ്പം ഇന്ത്യ പുറത്തായത് പിന്നെ അന്ന് നമുക്ക് അതിനോട് അടുപ്പിച്ചായിരുന്നെങ്കിൽ ഇന്ത്യ കയറിയ പിന്നെ ഫൈനലിലേക്ക് എത്തുമെങ്കിലും പരാജയപ്പെടാൻ നമുക്കൊരു വിഷമം ഉണ്ടാവും. ഇതൊരു മാസം അല്ലെങ്കിൽ 2-3 ആഴ്ച കഴിഞ്ഞിട്ട് മത്സരം നടക്കുമ്പോൾ അതൊരു തീരുമാനമായിട്ടോ ഇത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇത് കഴിഞ്ഞോ ആ ഒരു ലെവൽ വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടുന്നില്ല. ഷെഡ്യൂളുകൾ ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു മാറ്റം വരുമ്പം ആ ഒരു ടൂർണമെന്റ് നടക്കുവാണ്. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഒരു വികാരം ആ ഒരു ഇപ്പോഴും നമുക്ക് എത്ര പേർക്ക് അറിയുന്നറിയില്ല. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നുണ്ടെന്ന്. ഫൈനലിൽ തോൽപ്പിച്ച് പറയുമ്പോൾ ഇന്ത്യ ഫൈനൽ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദ്യം വരുന്നുള്ളൂ. T20 ലോകകപ്പ് ഏതെങ്കിലും ലോകകപ്പ് പോലെ ആ ഒരു ഇതിലേക്ക് വരുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു വികാരം കിട്ടാൻ ഇത് പിന്നെ കൊണ്ട് ഉപകാരപ്പെടുമെങ്കിൽ അത് വളരെ പോസിറ്റീവായ തന്നെയാണെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ കെയ്ൻ വില്യംസൺ നമുക്കറിയാം 2021 ആദ്യ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടിയ ക്യാപ്റ്റനാണ്. അദ്ദേഹം പറയുന്നത് ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ഇന്ത്യ ഈ 3 ടീമുകൾ തമ്മിലാണ് കൂടുതലും മത്സരങ്ങൾ നടക്കുന്നത്. അത് അത്ര നല്ലതല്ല, മറ്റു ടീമുകളെക്കാളും കൂടുതൽ മത്സരങ്ങൾ നടക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം ഇങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരികയും ഒരു ഇന്റർനാഷണൽ വിൻഡോ കൊണ്ടുവരികയും അതിനകത്ത് കൃത്യമായ ഒരു ഇതിനകത്ത് മത്സരങ്ങൾ നടക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഈ ഒരു പ്രശ്നങ്ങളെ പരിഹരിക്കാം. എല്ലാ ടീമുകൾക്കും അവർക്ക് അവസരങ്ങൾ, അതായത് കൂടുതൽ മത്സരങ്ങൾ കളിക്കാനുള്ള ഒരു ഇത് നടക്കുന്നൊക്കെ പറയുന്നുണ്ട്. അത് ഇപ്പോൾ തീർച്ചയായും അതൊരു പ്രശ്നം തന്നെയല്ലേ. ഇപ്പോൾ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുമ്പോൾ കൂടുതൽ മത്സരങ്ങൾ നടക്കുന്നത് ഈ ടീമുകൾ തമ്മിൽ അവരുടെ മത്സരം അവർക്ക് പ്രാധാന്യം ലഭിക്കുന്നവരും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ന്യൂസിലാൻഡ്, ശ്രീലങ്ക, പാകിസ്ഥാൻ പോലുള്ള താരങ്ങൾ ടീമുകളൊക്കെ വഴി ഉണ്ട്. ആ ടീമുകൾക്കൊന്നും പ്രാധാന്യം ലഭിക്കാതെ ഈ ദക്ഷിണാഫ്രിക്ക പോലുള്ള താരങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കാതെ ഈ 3 രാജ്യങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കുന്നു എന്ന് ന്യൂസിലാൻഡിൻ്റെ പിന്നെ ഇപ്പോഴത്തെ ഇതിഹാസം തന്നെ ഇപ്പോൾ സൈഫ് പറഞ്ഞത് ഇതിഹാസ താരം തന്നെ പറയുമ്പോൾ അത് ICC ആയാലും WCയുടെ നമുക്കറിയാം
അസോസിയേഷൻ താരങ്ങളാണ് പറഞ്ഞത് ആദ്യം മുന്നോട്ട് വെച്ചത്. അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ചെവി കൊടുക്കേണ്ടതുണ്ട്. അത് സാധനം ഈ പറയുമ്പം അതിലൊരു കാര്യമുണ്ടെന്ന് പറയാതെ എല്ലാവർക്കും അറിയുന്നതാണ്. ചില രാജ്യങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കുന്നുണ്ട്, ചില രാജ്യങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കുന്നില്ല. എല്ലാ രാജ്യങ്ങളെയും തുല്യ പ്രാധാന്യത്തോടെ കൊണ്ടുവന്നാൽ അത് മാത്രമല്ല ഈ പരസ്പരം ഈ ടീമുകൾ കളിക്കുന്ന മത്സരങ്ങളുടെ എണ്ണവും തുല്യമല്ല എന്നുള്ളതാണ്. ഇതിനകത്ത് പറയുന്ന ഇപ്പൊ സൗത്ത് ആഫ്രിക്ക ഒരു വെറും 12 ടെസ്റ്റ് മാത്രം അവർ സൈക്കിളിൽ കളിച്ചിട്ടാണ് അവർ ഫൈനലിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഇതിന്റെ നീതികേട് ഒരു അതെങ്ങനെയാണ് വരുന്നത്? നീതികേട് ആ ഒരു ട്രാൻസ്പെറന്റ് അല്ലാത്ത പോലെ തന്നെയാണ്. അതാണ്. അപ്പം അതിലൊക്കെ ഒരു ഏകീകരണം വരികയാണെങ്കിൽ, ഒരു കൃത്യമായ ചട്ടക്കൂട്, കൃത്യമായ ടൈം ബൗണ്ടറീസ് വരികയാണെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. അത് ഉപകാരപ്പെടുക ഈ ക്രിക്കറ്റ് തന്നെയാണ്, ഈ ഗെയിമിന് തന്നെയാണ്. ഈ ഗെയിമിന് എന്ന് പറയുന്നില്ല, ടെസ്റ്റ് ക്രിക്കറ്റിനെങ്കിൽ കൂടുതലായിട്ട് അതിന് പ്രയോജനം ലഭിക്കും. അപ്പം വില്യംസിനെ പോലെ ഒരു പ്ലെയർ ടെസ്റ്റ് ക്രിക്കറ്റിന് പ്രാധാന്യം കൊടുക്കുന്നു ഞാൻ കരുതുന്നൊരു താരം. അദ്ദേഹത്തിനൊക്കെ ഈ നിർദ്ദേശങ്ങൾ എന്തായാലും പിന്നെ ICC പരിഗണിക്കേണ്ടതാണ്. ഈ എത്രത്തോളം പ്രായോഗികമാകുമെന്നറിയില്ല. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ 4 വിൻഡ് വരുന്ന ദിവസം 4 വിൻഡ് നടക്കുകയോ ഇല്ല അറിയില്ല. പക്ഷേ ഇതേപോലെ ഒരു ചട്ടക്കൂട് ഇതുമായിട്ട് ഇവരുടെ അഭിപ്രായം സ്വീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേറെ രീതിയിലെങ്കിലും ഇത് ഈ ഒരു ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വലിയൊരു ചട്ടക്കൂട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ നന്നായിരിക്കും. ഇപ്പോൾ കെയിൻ വില്യംസൺ ഇത് പറയുന്ന സമയത്ത് ഇതിനൊരു ഒരുപാട് മാനങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ന്യൂസിലാൻഡ് പോലുള്ള രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളർ കൺട്രിയാണ് മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച്, സ്മോളർ എക്കണോമിയാണ് മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച്. നമുക്കറിയാം ഇപ്പോൾ പുതിയ താരങ്ങൾ വരുന്നതും ഇപ്പം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളൊക്കെ അപേക്ഷിച്ച് കുറവാണ് ഇപ്പോൾ ക്രിക്കറ്റിന്റെ ഒരു ഗ്രോത്ത്. അദ്ദേഹം പറയുന്നത് എല്ലാ ടീമുകൾക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു കളിക്കാനും ഒരു പെർഫോമൻസ് നടത്താനുള്ള അവസരം വേണം എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും അത് വേണം എന്നുള്ളതിന്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം വേൾഡ് ക്രിക്കറ്റ് അസോസിയേഷന്റെ ഈ ഇപ്പൊ പറയുന്ന ഈ പുതിയ വിൻഡോ സിസ്റ്റം. പക്ഷെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഈ ടീമുകൾക്ക് കൂടുതൽ മത്സരങ്ങൾ കളിക്കുന്നു, അതായത് ഇന്ത്യ, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയന് കൂടുതൽ മത്സരങ്ങൾ കളിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഐഡിയൽ അല്ല എന്ന് പറയുന്നു. മാത്രമല്ല പലതരത്തിലും ഇതൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഫോർമാറ്റിലല്ല നടക്കുന്നത് അദ്ദേഹം പറയുന്നു. ഈ അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നത് വളരെ പോസിറ്റീവ് കാര്യമാണ്. കാരണം ഇതിനെ ചോദ്യം ചെയ്യാൻ ആരും ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഈ നിലവിൽ ഇപ്പം IPL കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങൾ ഉൾപ്പെടെയുള്ള താരങ്ങളാണ് ഇതിനെതിരെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പുതിയ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. എൻ്റെ ഒരു സംശയം ഇതാണ്, ഇപ്പൊ നമ്മൾ ആദ്യത്തെ ഈ റിപ്പോർട്ട് വന്ന സമയത്ത്, ഈ വേൾഡ് ക്രിക്കറ്റ് അസോസിയേഷന്റെ റിപ്പോർട്ട് വന്ന സമയത്ത് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇന്ത്യ, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ ഈ 3 രാജ്യങ്ങളിലേക്കാണ് കൂടുതൽ റവന്യൂ ഷെയർ പോകുന്നത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്തത്. അത് ആ അസോസിയേഷൻ ഇത് ചെയ്തു. വില്യംസൺ അത് പറയുന്നില്ല. റവന്യൂ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന്റെ അദ്ദേഹം ഗെയിമിന്റെ രീതിയിൽ പറയുന്നു. ഇപ്പൊ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അതോടൊപ്പം അദ്ദേഹം പറയുന്നത് ഇന്ത്യ, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ ഈ ടീമുകൾക്കാണ് കൂടുതൽ മത്സരങ്ങൾ കളിക്കാൻ അവസരം കിട്ടുന്നുള്ളത്. അദ്ദേഹം ഞാൻ കാണുന്ന രീതിയിൽ പറഞ്ഞാൽ ഇത് നമുക്കറിയുന്ന കാര്യമാണ്, നേരത്തെ പറഞ്ഞ റവന്യൂ ആയാലും ഇതായാലും. പക്ഷെ അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനൊരു ഒരു അഭിപ്രായം പറയാൻ വേണ്ടി, ചോദ്യം ചെയ്യുന്ന പറയുന്നില്ല, ഇങ്ങനൊരു എതിരഭിപ്രായമുണ്ട്, ഇത് പരിഗണിക്കപ്പെടേണ്ടതാണെന്ന് ഒരു ആവശ്യം ഉന്നയിക്കാൻ വേണ്ടി ഇത്തരം താരങ്ങൾ, നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങൾ, പ്രധാന താരങ്ങൾ, വില്യംസണും നമ്മൾ പറഞ്ഞ റാഷിദ് ഖാൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ, ഈ പാറ്റ് കമ്മിൻസ്, ഈ താരങ്ങൾ, പ്രധാനപ്പെട്ട താരങ്ങൾ, ഈ ഒരുപാട് താരങ്ങളുണ്ട്. ഇപ്പം IPL സജീവമായി കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങൾ കൂടിയാണ് ഇത് പറയുന്നത്. അവരൊക്കെ ഇത് പറയുമ്പം അതിലൊരു പോസിറ്റീവ് ഘടകമുണ്ട്. ഇങ്ങനെ ഒരു എതിരഭിപ്രായങ്ങൾ എന്നും ഉണ്ടെങ്കിലല്ലേ ഒന്നും സുതാര്യമായിട്ടുള്ള സാധനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണേണ്ടത്. ഇവിടെ പറഞ്ഞ അഭിപ്രായങ്ങൾ നടപ്പിലാക്കാൻ എത്രത്തോളം പറ്റുമെന്നറിയില്ല, എങ്ങനെ സാധിക്കുമെന്നല്ല. പക്ഷെ അത് നടപ്പിലായി വന്നാൽ അത് നന്നായിരിക്കും. അത് ഇന്ത്യൻ ക്രിക്കറ്റിനോട് പ്രത്യേകിച്ച് ദോഷം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അത് ക്രിക്കറ്റ് എന്ന ഗെയിമിനെ കൂടുതൽ സജീവമാക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പോ 38% ഇന്ത്യയുടെ ഷെയർ 10%, റവന്യൂ ഷെയറിൽ അത് അത്ര നല്ലതാണ് ഇന്ത്യക്ക് എനിക്ക് തോന്നുന്നില്ല. അത് റവന്യൂ റവന്യൂ അത് നടക്കുന്ന കേസല്ല. കാരണം അത് ആ റവന്യൂ കൊടുക്കുന്നതിന്റെ കാരണം മാർക്കറ്റ് അതിൽ ഇത് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അത് നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ ഇത് പറഞ്ഞിരുന്നു, ഇപ്പൊ ക്രിക്കറ്റ് ഒരു ഗ്ലോബൽ ഗെയിമായിട്ട് നിലനിർത്തണം എന്നുള്ള രീതിയിൽ. ഇപ്പോ അതിനകത്ത് നമുക്കൊരു വളരെ രസകരമായിട്ടുള്ള ഒരു കമന്റ് വന്നിരുന്നത്, അതായത് ക്രിക്കറ്റ് അതിന് എന്താണ് ഗ്ലോബൽ ഗെയിം ആയിട്ടുള്ളത്. ഞാനത് വളരെ ഇതിൽ ചിന്തിച്ചു. ഇപ്പൊ ഒളിമ്പിക്സിൽ വരെ ക്രിക്കറ്റ് വരാൻ പോവാണ്. T20 ക്രിക്കറ്റ് ചിലപ്പോൾ ഒന്നും കൂടി ഷോർട്ടർ ആയിട്ടുള്ള ഫോർമാറ്റ് വന്നേക്കാം, പറയാൻ പറ്റില്ല. ഇത് കാലം കടന്നു പോകും തോറും ഇപ്പോ ഇത്രയും കൊല്ലം ആദ്യം ഏകദിന ക്രിക്കറ്റ് എന്ന് പറയുന്നത് 60 ഓവറായിരുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിന് ഭയങ്കര ഇതുണ്ടായിരുന്നു. അത് കുറഞ്ഞ് 50 ഓവറായി. 50 ഓവർ എന്നുള്ള മാറി. പിന്നെ വീണ്ടും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഒക്കെ വന്നിട്ട് ടെസ്റ്റ് ക്രിക്കറ്റിന് അങ്ങനെ കൊല്ലാൻ വിടാൻ കഴിയില്ല എന്ന രീതിയിൽ അത്
ഫോർമാറ്റ് പോലെ വരുന്നുണ്ട്. അതെ, ടെസ്റ്റ് ക്രിക്കറ്റ് അങ്ങനെ ഇല്ലാതാവാൻ പാടില്ല എന്നുള്ള രീതിയിൽ അത് ഒരു ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് അങ്ങനെയൊക്കെ ആയിട്ട് വന്ന് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അധികമായിട്ടില്ല ഈ T20 ക്രിക്കറ്റ് വന്നിട്ട്. T20 ക്രിക്കറ്റ് നമുക്ക് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ലീഗുകളും മറ്റൊക്കെ ആയിട്ട് ആവേശകരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാണാൻ ആളുകൾ ഇനി ആളുകൾക്ക് ക്ഷമ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റീലും ഷോർട്ടും കൂടുതൽ ആളുകൾ ഹൈലൈറ്റ്സ് കാണുന്ന ആളുകളൊക്കെ ആയിരിക്കും. ഇപ്പോൾ സ്വന്തം ടീമിന്റെ ഒരു മത്സരം ഉണ്ടെങ്കിൽ അതിരുന്ന് കാണുക, ബാക്കിയുള്ള മത്സരങ്ങൾ മൊത്തം ഹൈലൈറ്റ്സ് കാണുക എന്നുള്ള രീതിയിൽ. ഇത് ഫുട്ബോൾ എല്ലാ ഗെയിമിനകത്ത് ഇത് സംഭവിക്കാനുള്ള സാധ്യതയുള്ള കാര്യം തന്നെയാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഷോർട്ടർ ആയിട്ടുള്ള ഫോർമാറ്റ് ചിലപ്പോൾ ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും വന്നേക്കാം. ഇപ്പോഴും നടക്കുന്നുണ്ട് 10 ലീഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ലീഗും നടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എല്ലാ രാജ്യങ്ങളെയും ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു സാധനമുണ്ട്. ഇപ്പൊ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇത് കളിക്കുന്ന ടീമുകളിൽ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇപ്പൊ കാനഡ, US ഒക്കെ ടീം എടുത്ത് കഴിഞ്ഞാൽ കുറെ ഇന്ത്യക്കാരും പാകിസ്ഥാൻകാരും തന്നെയാണ് കളിക്കുന്നത്. അപ്പൊ അതെ അതെ. അപ്പൊ എന്തായാലും വില്യംസൺ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആണെങ്കിലും എല്ലാം ഇങ്ങനത്തെ ഇതൊക്കെ ആണെങ്കിലും അതൊരു കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ട് നടക്കാൻ ഈ ഒരു വിൻഡോ സിസ്റ്റം കൊണ്ട് സഹായിക്കുന്നുള്ളതാണ്. അപ്പൊ എന്തായാലും വേൾഡ് ക്രിക്കറ്റ് അസോസിയേഷന്റെ റെക്കമെൻഡേഷനുകൾക്ക് കൂടുതൽ പിന്തുണ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ രീതിയിൽ ചർച്ചയാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും മികച്ച പോസിറ്റീവായിട്ട് മാറ്റം തന്നെ ഇത് ക്രിക്കറ്റിൽ ഉണ്ടാക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.